ഹായ് എല്ലാ കൂട്ടുകാർക്കും ഈസ്റ്റർ ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ ഈസ്റ്ററിൻ്റെ തലേന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്നും അതങ്ങ് തുടരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈസ്റ്റർ ദിവസം അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ ഈസ്റ്റർ ദിവസം എങ്ങനെയാണ് അതിൻ്റെ മെനു അല്ല എന്താണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടി യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ ഈസ്റ്ററിനും ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഈസ്റ്റർ ദിവസം രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്ററിൻ്റെ റെസിപ്പീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ ഈ പറയുന്ന റെസിപ്പികൾ കുറച്ചൊക്കെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് അതായത് മറ്റുള്ളവർ കഴിക്കുമ്പോഴും നിങ്ങളോട് നല്ല ടേസ്റ്റാണെന്ന് ഉറപ്പായിട്ട് നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റെസിപ്പീസിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം അതൊക്കെയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലുള്ള കറികൾ നാടൻ ബീഫ് കറി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ചിക്കൻ കറിയൊക്കെ ഇല്ലേ, അങ്ങനെയാണ് മിക്കവരും തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറിയും ഒക്കെയാണ് സ്റ്റൂ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് 2 സജഷൻ പറയാം. രാവിലെ പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം, അതിൻ്റെ കൂടെ ചിക്കൻ മപ്പാസ്, അതും അല്ലെങ്കിൽ മുട്ടക്കുറുമ. മുട്ട അല്ല ഇറച്ചി തന്നെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ മുട്ടക്കുറുമ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് സമയമെടുത്തുള്ള വീഡിയോ ആണ്, എന്നാലും നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്കത് അതിന് വർത്താണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ ഒരുപാട് പേര് പണ്ട് സബ്സ്ക്രൈബ് ചെയ്തത് ആ ഒരു റെസിപ്പി കണ്ടതിന് ശേഷമാണ്. അത്രയ്ക്ക് ഒരു വർത്തായിട്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ ചിക്കൻ മപ്പാസ്, അതുപോലെ തന്നെ ഈ മുട്ടക്കുറുമ, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും വേണ്ട, ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നാടൻ ബീഫ് കറിയില്ലേ അതങ്ങ് തയ്യാറാക്കിയാൽ മതി. അപ്പത്തിനിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലൊരു കേക്കിൻ്റെ പീസോ വട്ടയപ്പത്തിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ മതി, അല്ലെങ്കിൽ ഒരു പഴം. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ചിലർ കട്ട്ലേറ്റും വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കേണ്ടത്. ഇതിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഉച്ച സമയത്ത് ലഞ്ചിന് ഇപ്പോൾ എവിടെ ആയാലും എല്ലാവരും ഇപ്പം ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ചോറ് പോലെ തന്നെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നാടൻ ലഞ്ചായിരുന്നു, നാടൻ ചോറില്ലേ, ചോറും കറികളും ഒക്കെയാണ്, മോരും ഇറച്ചിയും മീനും ഒക്കെ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ എല്ലാവരും ബീഫ് അല്ലെങ്കിൽ ചിക്കൻ, മീൻ, ഇതൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഒരു ഫിഷ് ബിരിയാണി ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അത് നല്ല കിടുക്കാച്ചി റെസിപ്പി എന്ന് വേണേൽ പറയാം. ഭയങ്കര ചൂടാണ് കേട്ടോ. ചൂടല്ല, പുഴുങ്ങുക എന്ന് പറയാം. ഇവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഇത് ചെയ്യണമെന്നുള്ളത് കൊണ്ടങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ചോറ്, അതിൽ ഒഴിച്ചു കറി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മോര് അല്ലെങ്കിൽ ഈ ചെറുപയർ അലകാക്കിയ ഒരു പരിപ്പ് കറിയുണ്ട്. ഇതിൻ്റെ എല്ലാ റെസിപ്പിയും ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നല്ല ഏത്തക്ക വെച്ച് നല്ലൊരു എരിശ്ശേരിയുണ്ട്. അത് നല്ല ഒരു സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അതാണ് ഒഴിച്ചു കറി എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബീഫ് കറി, പിന്നെ മീൻ കറി അല്ലെങ്കിൽ മീൻ വറുത്തത്, ഒരു പച്ചടി, ഇഞ്ചി പച്ചടി തന്നെ വെച്ചോളൂ. ഇഞ്ചി പച്ചടി, പിന്നെ ഒരു തോരൻ. അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വൻപയറും പിന്നെ അതുപോലെ തന്നെ കായും കൂടെ ഇട്ടുള്ള തോരനാണ്. നല്ല തോരനാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഈ അച്ചിങ്ങാപ്പയറിട്ടൊരു തോരൻ. പിന്നെ വേണമെങ്കിൽ ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം. പയർ മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ എല്ലാവരും മിക്സ് ചെയ്ത് വെജിറ്റബിൾ ചേർത്തൊരു മെഴുക്കുവരട്ടിയൊക്കെ തയ്യാറാക്കാം. അപ്പോൾ അതങ്ങനെ. പിന്നെ വേണമെന്നുള്ളവർക്ക് എന്താ പറയുന്നത്, സാമ്പാറും ഒക്കെ എടുക്കാം. പക്ഷേ നമ്മൾ കറി, മോര് കറിയും ഈ ഒരു പിന്നെ ഒഴിച്ചു കറിയായിട്ട് പരിപ്പ് കറിയോ അല്ലെങ്കിൽ എരിശ്ശേരിയൊക്കെ മതി. ഒരുപാട് കറികളൊക്കെ സമയം വേണ്ടേ. അത് കഴിഞ്ഞ് മധുരം വേണ്ടവർക്ക് പുഡിങ് വേണമെങ്കിൽ പുഡിങ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ പണ്ടത്തെ പോലെ എന്താ പറയുന്നത്, അല്ല ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാം. ഇനി അതും അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ചെറിയ പഴവും തൈര് ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്തിട്ട് മോര് പോലെ ആക്കിയിട്ട്, പച്ചമോര്, എന്നിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ചോറിൻ്റെ അകത്ത് ഇളക്കി മിക്സ് ചെയ്ത് കഴിക്കുന്നത്, അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് പണ്ടത്തെ രീതിയാണ് അത് കേട്ടോ. അതൊക്കെ ഇപ്പം മാറി, അതൊക്കെ ഫോളോ ചെയ്യുന്നൊരു കുറവാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ ലഞ്ചിൻ്റെത്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ബിരിയാണി ഐറ്റംസാണ് എളുപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ ഒരു 10 പേർക്കുള്ളത്, 5 പേർക്കുള്ളത്, 20 പേർക്കുള്ളത് എല്ലാ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മതി. ബീഫ്, മട്ടൺ, ചിക്കൻ, ഫിഷ് എല്ലാം ഇട്ടിട്ടുണ്ട്.
പിന്നെ ഞാനൊരു ബീഫിൻ്റെ റെസിപ്പിയും ഒരു ചിക്കൻ്റെ ബിരിയാണിയുടെ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഈ വീഡിയോ കാണുമ്പോഴും ഡക്കിൻ്റെ റെസിപ്പി ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി ഇടാത്തത് കേട്ടോ. നാട്ടിൽ വന്ന് ഇവിടെ ഡക്ക് വാങ്ങിക്കാൻ ഭയങ്കര പാടാണ്. കുളനടയെന്ന് പറഞ്ഞ സ്ഥലം വരെയൊക്കെ പോകണം. അപ്പോൾ അവിടെ ആണെങ്കിൽ എനിക്ക് ഈസി ആയിരുന്നു കിട്ടാൻ. എന്തായാലും ഇപ്രാവശ്യം എടുത്ത് വെച്ചേക്കാം. ഇനിയത്തെ ക്രിസ്മസിന് മുന്നേ ഞാനത് ഇട്ടേക്കാം കേട്ടോ. പിന്നെ അപ്പം ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഞാനൊരു കിടുക്കാച്ചി റെസിപ്പി പറയാം. നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ട, കുറച്ച് സമയമില്ല. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസ് നല്ല അടിപൊളി ടേസ്റ്റ് ആവണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഒരു നാടൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, പാർട്ടി ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ഐറ്റമാണ് ഒരു സൂപ്പർ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ട്. മസ്റ്റ് ട്രൈ ആണ്. എന്താടി? യെസ്. എന്തോ അവർ ചിക്കൻസ്. ഹാപ്പി ഈസ്റ്റർ പറഞ്ഞിട്ട് പോകും. നല്ലതായിട്ട് പറ. Happy Easter. I don't know how to say. I like to say Happy Easter. അത് കൊഞ്ചലായി പോവും. അല്ല അമ്മ. ഞാൻ പറഞ്ഞിട്ട് പോയോ? നിൽക്കും. ഇടയ്ക്ക് അവൾ വന്നതുകൊണ്ട് ഇൻട്രപ്റ്റ് ആയതാണ്. പിന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കണമെങ്കിൽ ഇതും തയ്യാറാക്കാം. ഈ ഫ്രൈഡ് റൈസ് നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചില ഫോളോവേഴ്സ് അത് ട്രൈ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണെന്ന് അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വൈകുന്നേരം ഈ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഈ ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന തന്നെ വൈകുന്നേരം കൂടെ അങ്ങ് ഫോളോ ചെയ്യുവാണ് ചെയ്യുന്നത് കേട്ടോ. അതുമല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാം. പിന്നെ ഇതിനിടയ്ക്ക് കട്ട്ലേറ്റും അല്ലെങ്കിൽ ചള്ളാസും അങ്ങനെയൊക്കെ ഐറ്റംസ് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ഉള്ളി സാലഡൊക്കെ ഉണ്ടാക്കും, അതും നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് നല്ല റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാം തീർച്ചയായിട്ടും. പിന്നെ ഞാനീ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു കാര്യം കൂടെ എടുത്തു പറയുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ മസ്റ്റായിട്ടും ഒന്നുകിൽ ചിക്കൻ മപ്പാസ് അല്ലെങ്കിൽ വേറൊരു വെള്ള ചിക്കൻ കറി കിടപ്പുണ്ട്, വൈറ്റ് ചിക്കൻ കറി എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിട്ട് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതും ഇനി അതുമല്ലേ മുട്ടക്കുറുമ, ഇത് തന്നെ പാലപ്പത്തിൻ്റെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ 2 വീട്ടിൽ നിന്നും തയ്യാറാക്കിയ ബീഫ് കറിയുടെയും ബീഫ് ഫ്രൈഡേയൊക്കെ റെസിപ്പി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ബീഫ് കറിയുടെ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ, അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വേറൊന്നും എനിക്ക് ഈസ്റ്റർ റെസിപ്പീസ് ഇടാൻ അത്ര പറ്റിയില്ല, അതിന് പല കാരണങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഈ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെ വൈകുന്നേരം ഫോളോ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിഷസ് ഇഷ്ടമാണെങ്കിൽ അതുണ്ടാക്കുക. ഇത്രയൊക്കെ ഉള്ളൂ, ഇതൊക്കെയാണ് ഈസ്റ്ററിൻ്റെ മെനു, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചിലർ വൈനൊക്കെ ഉണ്ടാക്കും, ഞാൻ വൈൻ്റെ റെസിപ്പീസും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിപ്പോൾ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, കുറച്ച് ദിവസങ്ങൾ വേണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഈസ്റ്റർ സന്തോഷമായിട്ട് ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.